ഒത്തിരിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു വഴിപാടുകളും നമ്മൾ ഭഗവാന് ചെയ്യാൻ പറയത്തില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വരുന്നവരോട് നമ്മൾ ആദ്യം പറയുക, നിങ്ങളൊരു ചാലീസ് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി വായിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പൈസ ക്ഷേത്രത്തിൽ നിന്നാലും ഒരു പുസ്തകം അവർക്ക് കൊടുത്തിട്ട് നിങ്ങളിത് മുടങ്ങാണ്ട് വായിക്കുക. അപ്പം അങ്ങനെ ഒത്തിരിയും പേര് ഈ വിദേശത്തൊക്കെ പോകാനൊക്കെ വരുന്നവർ നമ്മൾ ആദ്യം പറയാം, നിങ്ങൾ ഈ പുസ്തകം കൊണ്ട് വായിക്കാൻ പറ്റുമോ, വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് മുടങ്ങാണ്ട് വായിക്കുക, നിങ്ങൾക്കതിന് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളായിട്ടൊക്കെ വരുന്നവർ നമ്മൾ അവരോട് പറയുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മുടങ്ങാണ്ട് ജപിക്കുക, നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസമുണ്ടാകും. ഇനി സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കാനോ മറ്റെന്തെങ്കിലും ജോലിയോ മറ്റേ പഠിത്ത കാര്യങ്ങൾ വന്നാൽ അവരോട് പറയും, ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇത് മാത്രമേ നമ്മൾ പൊതുവേ പറയുള്ളൂ. അല്ല ഒത്തിരിയും വഴിപാടുകൾ, ഒത്തിരിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറയില്ല. നിങ്ങൾ തന്നെ ഭക്തന്മാർ തന്നെ നേരിട്ട് ചെയ്യാനേ പറയുള്ളൂ. എന്നെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കാനോ അല്ലെ പൂജാരിയെ ഏൽപ്പിക്കാനോ അല്ല നമ്മൾ പറയുക, നിങ്ങൾ നേരിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കതിൻ്റെ വ്യത്യാസമുണ്ടാകും. അതാണ് നമ്മൾ ജനകീയ ആരാധനാ സമ്പ്രദായമുള്ള ക്ഷേത്രമെന്ന് പറയാനുള്ള കാരണം. ക്ഷേത്ര